ദേശീയതയുടെ പേരിൽ, രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും അതേപോലെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും അതേപോലെയുള്ള അധസ്ഥിത വിഭാഗങ്ങളെയും എല്ലാം ദേശീയതയുടെ നിർവചനത്തിന് പുറത്തു നിർത്തിക്കൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ ദേശീയവാദം എന്നാ ഉണ്ടായത്? ഇന്ത്യ എന്ന് പറയുന്ന ഈ ആശയം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഉണ്ടായത്? 47 മുമ്പ് പോലും നമ്മൾ രാജ്യത്ത് നാട്ടുരാജാക്കന്മാരാ, നാടുവാഴികളാ. ചാതുപണ്യം അനുസരിച്ച് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചത് ഹിന്ദുരാഷ്ട്ര നിയമം അനുസരിച്ചാണ്. ഈ തിരുവിതാംകൂർ ഒരു ഹിന്ദുരാഷ്ട്രമായിരുന്നു. നേപ്പാൾ ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ തിരുവിതാംകൂർ ഹിന്ദുരാഷ്ട്രമായിരുന്നു. ഹിന്ദു രാജാക്കന്മാർ ആരാ? സവർണരായ രാജാക്കന്മാർ. ഈ സവർണ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അധികാരത്തിലേക്ക് വരാൻ നേരം ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. എന്താ പ്രതിസന്ധി? രാജാവാകണമെങ്കിൽ ഇന്ത്യയുടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥ അനുസരിച്ച് ഒരാൾ ക്ഷത്രിയനാകണം. ക്ഷത്രിയൻ മാത്രമേ ഭരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നു. ബൈബിൾ ക്രൈസ്തവരുടെ മതമാണ്. അത് പറയുന്ന മതഗ്രന്ഥമാണ്. അത് പറയുന്നത് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ആദമിൽ നിന്നും അവയിൽ നിന്നുമാണ്. അതുകൊണ്ട് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സൃഷ്ടി സങ്കല്പത്തെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, ക്രിസ്തുമതം പറയുന്നത്. അതിനേക്കാൾ എത്രയോ ശക്തമായ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ഉദാത്തമായ സങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഗോത്രങ്ങളും വർഗങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ് എന്ന് പറയുന്ന ഒരു ദർശനം. നേരെ മറിച്ച് ഇന്ത്യക്കകത്ത് അങ്ങനല്ല. മനുഷ്യനുണ്ടായത് ഇങ്ങനെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സമസൃഷ്ടിയായിട്ടല്ല. ഇന്ത്യയുടെ വേദങ്ങൾ എഴുതിയ ബ്രാഹ്മണ പുരോഹിതന്മാർ അവർ ഋഗ്വേദത്തിനകത്ത് 3000 കൊല്ലം പഴക്കമുള്ള ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം 90-ാം മണ്ഡലത്തിൽ അന്ന് എഴുതി വെച്ചു. എങ്ങനെ? ബ്രഹ്മാവാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അയാളുടെ മുഖത്തൂന്ന് ബ്രാഹ്മണനും, നെഞ്ചത്തൂന്ന് ക്ഷത്രിയനും, നാഭിയിൽ നിന്ന് വൈശ്യനും, അവസാനത്തെ അവയവമായ പാദത്തിൽ നിന്ന് ശൂദ്രനും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാണ് എന്നറിയണമെങ്കിൽ 1891 മലയാളി മെമ്മോറിയൽ ഉണ്ട്. ആ മലയാളി മെമ്മോറിയലിന്റെ നിവേദനമുണ്ട്. ആ നിവേദനം കൊടുത്തപ്പോൾ അതിനകത്തൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ആ ഡിമാൻഡ്? അത് NSS ആവശ്യപ്പെടുകയാണ്. എന്താ ആവശ്യപ്പെട്ടത്? മന്നത്വത്തിനാവന്റെ ഡിമാൻഡാണ്. അന്നത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞങ്ങളെ ശൂദ്രന്മാരെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്, പകരം ഞങ്ങളെ നായർ എന്ന അഭിമാന സൂചകമായി അഭിസംബോധന ചെയ്യണമെന്നാണ്. അപ്പൊ ശൂദ്രൻ എന്ന് ഞങ്ങളെ വിളിക്കരുത് എന്ന് മന്നത്വത്തിനാവൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടുവെങ്കിൽ ആരാണ് ശൂദ്രന്മാർ? കേരളത്തിലെ നായന്മാരാണ്, നായർ സമുദായമാണ്. ആ ശൂദ്രന്മാരുടെ ഗതി എന്തായിരുന്നു? അതുകൊണ്ട് ഇവിടെ ആ ശൂദ്രന്മാരിൽ നിന്നാണ് രാജാക്കന്മാരുണ്ടായത്. കാരണം ഇവിടെ ക്ഷത്രിയരില്ലായിരുന്നു. ക്ഷത്രിയരില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വൈകുന്നേരത്ത് ഹിന്ദു വീടുകളിൽ, ഭവനങ്ങളിൽ ഇപ്പോഴും കീർത്തനം ചൊല്ലുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എണ്ണിക്കൊണ്ട് 21 പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ നിഗ്രഹിച്ച പരശുരാമ പാഹിമാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാ ക്ഷത്രിയരെയും വെട്ടിക്കൊന്ന് മഴുകൊണ്ട് കൊന്ന പരശുരാമ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പരശുരാമൻ ബ്രാഹ്മണനായ ഒരാളായിരുന്നു, ബ്രാഹ്മണർക്ക് വേണ്ടി അവതരിച്ച ആളായിരുന്നു. അയാളുടെ ഒരു ധർമ്മം ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് പരശുരാമൻ കേരളത്തിലെ ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കി. പിന്നെ കേരളമൊക്കെ ഉണ്ടാകുന്നേ. അതുകൊണ്ട് ഈ കേരളം ഭരിക്കാൻ ക്ഷത്രിയരായ ആൾക്കാരില്ല, അവർക്ക് രാജാവാകാൻ പറ്റില്ല. അപ്പൊ പിന്നെ രാജാവാകാൻ ആരാ? ബ്രാഹ്മണൻ രാജാവാവുകയില്ല. ഭരണം പോലും ഇച്ചിരി ജോലിയുള്ള ഒരു കാര്യമാണല്ലോ. ജോലിയുള്ള, വിയർപ്പൊഴുക്കുന്ന, അല്ലെ പണിയെടുക്കുന്ന ഒന്നും ബ്രാഹ്മണൻ ചെയ്യുകയില്ല. കാരണം മനുസ്മൃതിക്കകത്ത് അതിന്റെ 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യാതൊരു പണിയും എടുക്കാതെ ഈ ഭൂമുഖത്തുള്ള എല്ലാ സമ്പത്തും ജനിച്ച ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതെന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു പണിയെടുക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ലോകത്തെ എല്ലാ സമ്പത്തും ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണ്, ജന്മാവകാശമാണ്. മനുസ്മൃതിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് ഭരണം നടത്തിയവരാ. അതുകൊണ്ട് അവരെ പണിക്കൊന്നും കിട്ടില്ല. അപ്പൊ പിന്നെ രാജാക്കന്മാരെ വേണ്ടി വന്നപ്പോൾ തിരുവിതാംകൂറിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഹിരണ്യഗർഭം. ഈ ഹിരണ്യഗർഭം നടത്തിയാൽ ഒരു നായരെ
അഥവാ ഒരു ശൂദ്രനെ ക്ഷത്രിയനായി പ്രൊമോട്ട് ചെയ്യും. അതാണ് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ PSC ഒക്കെ ചില ടെസ്റ്റ് എഴുതുന്നത് പോലെയാണ് അന്ന് ഇവിടെ ഉള്ളത് ഹിരണ്യഗർഭമാണ്. എന്താ ഹിരണ്യഗർഭം എന്ന് പറയുന്നത്? രാജാവാകാൻ ആഗ്രഹിക്കുന്ന ശൂദ്രൻ ഒരു ചടങ്ങ് നടത്തണം. എന്താ ചടങ്ങ്? ഹിരണ്യഗർഭം എന്ന ചടങ്ങ്. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ സ്വർണത്തെ കൊണ്ടൊരു പശുവിനെ ഉണ്ടാക്കണം. എന്നിട്ട് ആ പശുവിന്റെ മലദ്വാരത്തിലൂടെ കയറി വായിലൂടെ ഇറങ്ങണം എന്ന് അതിനകത്തൂടെ കയറി ഇറങ്ങണം. ഇതാണ് ആചാരം. അപ്പോ ഒരു രാജാവാകാൻ ആഗ്രഹിക്കുന്ന ബലിഷ്ഠനായ ഒരു മനുഷ്യന് ഇങ്ങനെ അതിന്റെ അവയവത്തിനകത്തൂടെ കയറി മുമ്പിൽ നിന്ന് പുറകോട്ടോ പുറകിൽ നിന്ന് മുമ്പോട്ടോ കയറി ഇറങ്ങണമെങ്കിൽ എത്രമാത്രം വലിപ്പമുള്ള സ്വർണ്ണ പശുവാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ആ സ്വർണ്ണ പശുവിന്റെ ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് ചടങ്ങ് നടത്തുന്ന ബ്രാഹ്മണർക്കായി വീതിച്ചു കൊടുത്താൽ അയാൾ ക്ഷത്രിയനായി പിന്നെ രാജാവാകാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടായി എന്ന് പറയുന്നത്. അത്രത്തോളം നോക്കുക. ഇതിനെല്ലാം ഉള്ള പൈസ എവിടുന്ന? ഇങ്ങനെയുള്ള ചടങ്ങ് നടത്തണമെങ്കിൽ അതിന് പണം വേണ്ടേ? നാട് കൊള്ളയടിക്കാൻ 340 തരത്തിലുള്ള കരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. തലക്കരം, പെണ്ണുങ്ങളുടെ മുലക്കരം, പിന്നെ ആണുങ്ങളുടെ താടിക്കരം, പുരുഷന്മാർക്ക് മീശക്കരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കരങ്ങൾ. ഈ കരങ്ങളെല്ലാം കൂടെ പിരിച്ച് അങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു നാടുവാഴിത്ത ഭരണ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ആശയം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് ചാതുർവർണ്ണത്തിൽ നിന്നുണ്ടായതല്ല, അത് സവർണ സൃഷ്ടിയല്ല. ഈ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഭരണത്തിന് വേണ്ടി, അതിനെ കച്ചവടത്തിന് വേണ്ടി ആദ്യം ബ്രിട്ടീഷുകാർ ഏകീകരിച്ചു. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതിനുശേഷം സ്വാതന്ത്ര്യ അനന്തര രാജ്യത്ത് രൂപപ്പെടുന്ന ആദ്യ ഭരണം പട്ടേലിന്റെ കാലത്താണല്ലോ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് അന്ന് ഈ രാജ്യത്തെ വിഭജിച്ചത് ആരാണെന്ന ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പട്ടേലിന്റെ, സാക്ഷാൽ വല്ലഭായി പട്ടേലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോൻ എഴുതിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ട്രാൻസ്ഫർ ഓഫ് പവർ എന്നാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന VP മേനോന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതുന്നു, നെഹ്റുവിന്റെ ഇടക്കാല ഗവൺമെന്റ് ഉണ്ടായി സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ആ ഇടക്കാല ഗവൺമെന്റ് ആണ് മുൻകൈ എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയ റഫറൻഡം, ഇന്ത്യ വിഭജനത്തെ കുറിച്ച് ഒരു തിരഞ്ഞെടുപ്പ്. ആ വിഭജനത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പ് അഥവാ വോട്ടിംഗ് നടത്തിയപ്പോൾ ഇടക്കാല സർക്കാരിനകത്തെ അംഗങ്ങളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. VP മേനോൻ പറയുന്നു, ബ്രാഹ്മണരായ സവർണരായ എല്ലാ ദേശീയ നേതാക്കളും ഒരുപോലെ അന്ന് വോട്ട് ചെയ്തത് രാജ്യം വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരെ മറിച്ച് രാജ്യം വിഭജിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനത്തിനെതിരെ വോട്ട് ചെയ്തത് ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളാണ്. മുസ്ലിങ്ങളായ ദേശീയ നേതാക്കൾ അവർ വിഭജനത്തിനെതിരായിരുന്നു എന്ന് VP മേനോൻ പറയുമ്പോൾ, എന്തിനായിരുന്നു വിഭജനം? ഇന്ത്യയുടെ ജനസംഖ്യയിലെ നിർണായകമായ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിം സമുദായവും അതേപോലെ ഇന്ത്യക്കകത്തെ മറ്റ് ഒരു വലിയ വിഭാഗമായ ഇന്ത്യയിലെ ദലിതുകൾ, ഡോക്ടർ അംബേദ്കർ നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ദലിത് വിഭാഗങ്ങൾ, പിന്നീട് EV രാമസ്വാമി നായ്ക്കർ നേതൃത്വം കൊടുത്ത ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങനെ ഒരു നീക്കമുണ്ടായിരുന്നു. 1937 അങ്ങ് തമിഴ്നാട് മദ്രാസിൽ വെച്ച് ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. അതിൽ ഡോക്ടർ അംബേദ്കർ പങ്കെടുക്കുന്നുണ്ട്, ജിന്ന പങ്കെടുക്കുന്നുണ്ട്, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ പങ്കെടുക്കുന്നുണ്ട്. അവരൊന്നിച്ചു കൂടിക്കൊണ്ട് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതുന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തിയെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ രാജ്യത്തെ ബ്രാഹ്മണർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഈ ഭൂരിപക്ഷം വരുന്ന, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത സമുദായങ്ങളും ഒക്കെ ഉള്ള ഒരു ബഹുസ്വരമായ ഒരു രാജ്യം, ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ സമാനമായ സാമൂഹ്യ സ്വഭാവമുള്ള, സമാനതകളുടെ പേരിൽ യോജിച്ചു നിൽക്കാൻ കഴിയുന്ന മുസ്ലിങ്ങളും അവരോടൊപ്പം ഈ രാജ്യത്തെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളും കൂടി കൈകോർത്ത് പിടിച്ചാൽ ഇന്ത്യ രാജ്യത്ത് രൂപം കൊള്ളുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത്, അതിന് ചക്രം തിരിക്കുന്നത് മറ്റാരുമായിരിക്കില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രപരമായ അസ്തിത്വമുള്ള തദ്ദേശീയരായ യഥാർത്ഥ ഇന്ത്യൻ വംശജരായ ഒരു ബഹുജന വിഭാഗത്തിന്റെ ഭരണം ഈ രാജ്യത്ത് പുലരും. ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു ജനത ഇന്ത്യ രാജ്യത്തെ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഈ മുസ്ലിം പോപ്പുലേഷനെ, അവരുടെ രാഷ്ട്രീയമായ വെല്ലുവിളിയെ, ത്രട്ടിനെ നമുക്ക് വിഭജിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് മുസ്ലിം എന്നൊരു സമുദായത്തെ
ആംബ്യൂട്ട് ചെയ്താൽ, വെട്ടിമുറിച്ചാൽ, അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വന്തമാക്കാനുള്ള ബ്രാഹ്മണ അജണ്ടയ്ക്ക് അത് സഹായകരമാണ് എന്നതുകൊണ്ട് ബ്രിട്ടീഷുകാരെക്കാൾ അധികം ഇത് മുറിച്ചതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഈ സവർണ ഫാഷിസ്റ്റുകൾ ഉണ്ടല്ലോ ഇന്ന്, അവരുടെ മുൻതലമുറക്കാരായ ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് പോലും സ്വാധീനം ചെലുത്തിയ, കടന്ന് കയറിയ ഇത്തരം ബ്രാഹ്മണ മേധാവികളുടെ നീക്കമായിരുന്നു. അതിനേക്കാൾ മുമ്പേ ഈ രാജ്യത്ത് ജാതി ജനങ്ങളെ പല തട്ടുകളാക്കി വിഭജിച്ച ജാതിയുടെ ഒരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെ അവിടെ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് അന്ന് വെട്ടിമുറിച്ചു. എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ പോയി, പക്ഷേ ബ്രിട്ടീഷ് അനന്തര ഇന്ത്യയിൽ രാജ്യത്ത് രൂപപ്പെടേണ്ട ഒരു ഭരണവ്യവസ്ഥയെ കുറിച്ച്, രാജ്യത്ത് രൂപപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് ഇന്ത്യയിലെ ഈ പറയുന്ന മേലാള വിഭാഗത്തിന് യാതൊരു വിധമായ സങ്കല്പങ്ങളും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താ? അത് ചരിത്രമാണ്. ഈ രാജ്യത്ത് വട്ടമേശ സമ്മേളന ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ രാജ്യത്ത് 1927 സൈമൺ കമ്മീഷൻ വരുമ്പോഴോ വട്ടമേശ സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിലോ 45-ൽ ക്യാബിനറ്റ് മിഷൻ അഥവാ ക്രിസ് മിഷൻ വരുമ്പോഴോ ഒന്നും ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചുള്ള, ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു ഭാവനയും ആശയങ്ങളും ഈ രാജ്യത്തെ ജാതി മേധാവികളായ സവർണ ബ്രാഹ്മണ മേധാവികൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് ഈ രാജ്യത്തെ ചരിത്രമാണ്. നേരെ മറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലെ എല്ലാ സമൂഹങ്ങൾക്കും പ്രാതിനിധ്യമുള്ള, എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യം, അതിന് വിളിക്കാവുന്ന മറ്റൊരു പേര് സോഷ്യൽ ഡെമോക്രസി എന്നാണ്, സാമൂഹ്യ ജനാധിപത്യം. അങ്ങനെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രൂപപ്പെടുന്ന ഒരു ഭരണകൂടത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും, മുസ്ലിങ്ങൾ, ദലിതുകൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും അതാത് പ്രാതിനിധ്യ ജനസംഖ്യ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം എല്ലാ മണ്ഡലങ്ങളിലും ലഭിക്കുന്ന ഒരു ഭരണത്തെ കുറിച്ചുള്ള ആശയങ്ങൾ ഉയർത്തിയത് വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാരാണ്. പിന്നീട് ഡോക്ടർ അംബേദ്കറെ പോലുള്ള പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. അത്തരം ആശയങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനാ അസംബ്ലി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. അല്ലായിരുന്നു എങ്കിൽ പണ്ട് 35 അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ ഭരണഘടനയ്ക്കകത്ത് ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പ്രാതിനിധ്യവും ഉറപ്പുകൊടുത്തിരുന്നില്ല. വോട്ടാവകാശം അടക്കമുള്ള രാഷ്ട്രീയ അവകാശം ഈ രാജ്യത്തെ ദളിതുകൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ വകവെച്ചു കൊടുക്കാൻ ഈ രാജ്യത്തെ സവർണ ബോധം തയ്യാറായിരുന്നില്ല. അത് നിരാകരിച്ചു. പിന്നീടാണ് ഈ പറയുന്നത് പോലെ ഇന്ത്യയിലെ പിന്നോക്കക്കാർ ആവശ്യപ്പെട്ട, ദളിതുകൾ ആവശ്യപ്പെട്ട, ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ട, അതേപോലെ അങ്ങനെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടതുപോലെ ഭരണഘടനാ അസംബ്ലി വരുന്നത്. ആ ഭരണഘടനാ അസംബ്ലിയിലേക്ക് പോലും ഡോക്ടർ അംബേദ്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യയിലെ സവർണ തയ്യാറായില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ആരാ പിന്നെ തെരഞ്ഞെടുത്തത്? ബാബാസാഹേബ് BR അംബേദ്കറെ ബോംബെയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. നേരെ മറിച്ച് അന്ന് മഹാനായ മുഹമ്മദ് അലി ജിന്ന ഡോക്ടർ അംബേദ്കറെ ക്ഷണിച്ചു. എന്താണ്? 1918-ൽ അന്നത്തെ മുസ്ലിം സമൂഹത്തിന് കിട്ടിയ ലക്നോ പാക്ട് പ്രകാരം കിട്ടിയ സംവരണ മണ്ഡലമുണ്ട്, അവിഭക്ത ബംഗാളിലെ മണ്ഡലം. ആ മണ്ഡലത്തിലേക്ക് ബാബാസാഹേബ് BR അംബേദ്കറെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ അംബേദ്കർ വന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഡോക്ടർ അംബേദ്കറെ പിന്തുണച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഐവർ ജെന്നിസ് എന്ന ബ്രിട്ടീഷ് നിയമജ്ഞനെ പോയി കണ്ടിട്ട് ഇന്ത്യക്ക് ഭരണഘടന എഴുതി തരണമെന്നാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ ആവശ്യപ്പെട്ടത്. ഐവർ ജെന്നിസ് പറഞ്ഞു, എന്നേക്കാൾ നിയമപാണ്ഡിത്യമുള്ള ഡോക്ടർ അംബേദ്കർ ഇന്ത്യയെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പറയരുത് ഭരണഘടന എഴുതാനെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. എന്നിട്ടും അവസരം കൊടുത്തില്ല. അപ്പൊ ചരിത്രത്തിൽ ഈ പറയുന്ന
പറയുന്ന മതേതരത്വവും ജനാധിപത്യവും അതേപോലെയുള്ള പൗരാവകാശങ്ങളും ഒക്കെ ഉറപ്പ് കൊടുക്കുന്ന ഈ ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള ആ ഭരണഘടനാ അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 7 പേരാണ്. ആ 7 പേരിൽ ഒരുവനായ ഡോക്ടർ അംബേദ്കറിന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു പുസ്തകമുണ്ടല്ലോ, സംഘപരിവാർ. ഈ നരേന്ദ്രമോദിയും അമിത്ഷായും RSSും ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, വംശഹത്യയിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ, ഫാഷിസം അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ കയ്യിലുള്ള ഒരേ ഒരു പരിഹാരം, ഒരേ ഒരു മറുപടി ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ അംബേദ്കർക്ക് കരുത്തു കൊടുത്ത ഒരു സമുദായം മുസ്ലിം സമുദായമാണ്. അതുകൂടി ഈ രാജ്യത്തെ മുസ്ലിം വിരുദ്ധതയ്ക്ക് ഒരു കാരണമായിട്ടുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഭരണഘടന വന്നു, നമ്മുടേതൊരു മതേതര ഭരണഘടനയാണ്. അത് വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ മതേതര ഭരണഘടന, അതിന്റെ പ്രിയാമ്പിൾ വി ദ പീപ്പിൾ എന്നാ പറയുന്നത്. വി ദ ഹിന്ദുസ് എന്നല്ല, മുസ്ലിം എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്നു. ആ ഭരണഘടന 1-ാം ഭാഗം കഴിഞ്ഞ് 2ലേക്ക് വരുമ്പോൾ പൗരത്വം പറയുന്നുണ്ട്. അവിടെ മതം ഒരു മാനദണ്ഡമല്ല. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. പൗരത്വത്തിന്റെ അടിസ്ഥാനം മതവിശ്വാസമല്ല. അതുകൊണ്ട് മതേതരമായ അടിസ്ഥാനമാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആരും ഇന്ത്യൻ പൗരന്മാരാണ്. നേരെ മറിച്ച് ആ ഭരണഘടന, അതേപോലെ മൗലികാവകാശങ്ങൾ, ഇവിടെ ഇന്ന് CAA വരുമ്പോൾ നമ്മൾ പറയുന്നു ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്. കാരണം ആർട്ടിക്കിൾ 14 കൃത്യമായി പറയുന്നു, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. തുല്യമായ നിയമപരിരക്ഷയ്ക്ക് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും അർഹരാണ് എന്ന് വരുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുക? ഈ CAA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം അതൊന്ന് വായിച്ചാൽ, അതിന് ടെക്സ്റ്റ് വായിച്ചാൽ എന്താണ് അതിന്റെ രൂപം? അങ്ങേയറ്റം ഗൂഢാലോചനയിലൂടെ തട്ടിയുണ്ടാക്കിയ ഒരു ജനാധിപത്യ ഭരണകൂടം രൂപം കൊടുക്കുന്ന ഒരു നിയമത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായ ഭാഷയിലല്ല. നിയമപരമായ ഒരു ഭാഷ, ഒരു ജനാധിപത്യ സങ്കല്പത്തില്, ഒരു മതേതര സംവിധാനത്തില്, ഒരു നിയമത്തിന് അല്ലെ ഒരു ഭേദഗതിക്ക് രൂപം കൊടുക്കുമ്പോൾ അത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. നേരെ മറിച്ച് ഈ CAA വായിച്ചു കഴിഞ്ഞാലോ അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു ഉള്ളടക്കമാണ്. അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ ക്രാഫ്റ്റ്, അതിന്റെ ഉള്ളടക്കം അതെല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു ഭാഷയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഏതാണ്ട് 200 ദശലക്ഷത്തിലധികം വരുന്ന മുസ്ലിം സമുദായത്തെ ഒഴിവാക്കി നിർത്തിയിട്ട് അവർക്ക് ബാധകമല്ലാത്ത മറ്റുള്ളവരെ, അമുസ്ലിം സമുദായങ്ങളെ മാത്രം നിരത്തിയിട്ട് അവർക്ക് മാത്രം പൗരത്വം ഉറപ്പ് കൊടുക്കുന്ന, അവർക്ക് പൗരത്വത്തിന്റെ കാര്യത്തിൽ ഇളവ് കൊടുക്കുന്ന, മുസ്ലിം അല്ലാത്തവർ എവിടുന്ന് വന്നാലും ഇവർ പറയുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശിൽ നിന്നോ വന്നോട്ടെ, തെളിവുകൾ വേണ്ട, രേഖകൾ വേണ്ട, അവർ അക്രമികളാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല. അവരാര് തന്നെയാണെങ്കിലും അവന് പൗരത്വം കൊടുക്കുക. നേരെ മറിച്ച് ഈ രാജ്യത്ത് തലമുറകളായി ജീവിക്കുന്നവരാകട്ടെ, എല്ലാ തെളിവുകളും ഉണ്ട് എന്നിരിക്കട്ടെ, പക്ഷേ മുസ്ലിങ്ങളുടെ പൗരത്വം സംശയിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് അവരെ മാറ്റി നിർത്തുന്ന അങ്ങേയറ്റം വിഭജനകരമായ, അങ്ങേയറ്റം വിവേചനകരമായ ഒരു നിയമമാണ്. ഈ നിയമത്തിന്, അങ്ങനെ ഒരു നിയമത്തിന് രൂപം കൊടുക്കാൻ നമ്മുടെ ഭരണഘടന ഉള്ളിടത്തോളം കാലം ആ ഭരണഘടന അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്ന ഒരു ഭരണകൂടത്തിന്, ഒരു ഗവൺമെന്റിന് ആ ഭരണഘടന നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി സഭയായ പാർലമെന്റിന് കഴിയില്ല. ഇപ്പോ BJP പറയുന്നത് എന്താണ്? CAയും NRCയും NPRന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഈ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്ഷോഭത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്, രാജ്യസഭ പാസാക്കിയ നിയമമാണിത്, ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട ഒരു നിയമമാണിത്, അതുകൊണ്ട് പുറകോട്ട് പോകേണ്ടതില്ല, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാർലമെന്റിന് ചെയ്യാൻ പറ്റുമോ? ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന് അങ്ങനെയുള്ള അമിതാധികാരമില്ല. കാരണം നമ്മുടെ ഇത് ഒരു ഫെഡറൽ സ്ട്രക്ചറാണ്. പാർലമെന്റ് രൂപം കൊടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ പാർലമെന്റ് രൂപം കൊടുക്കുന്ന ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിക്കണം. നമ്മുടെ രാജ്യത്തെ സംസ്ഥാന അസംബ്ലികളുടെ അംഗീകാരം ലഭിക്കണം. അപ്പോൾ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്തെ 11ഓളം സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അവർ പറഞ്ഞിരിക്കുന്നു, ഇത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഈ നിയമം അംഗീകരിക്കുകയില്ല.
അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെതിരെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ ഈ നമ്മുടെ രാജ്യത്ത് അവർ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യത്ത് മൊത്തം പറഞ്ഞാൽ BJP-യോടൊപ്പം ചേർന്ന് നിന്ന് ഭരിക്കുന്ന NDA-യുടെ ഘടകകക്ഷികൾ ഉൾപ്പെടെ 15ഓളം സംസ്ഥാന ഗവൺമെന്റുകൾ ഈ CAA-ക്ക് എതിരാണെങ്കിൽ ഇത് പാർലമെന്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ പൗരന്മാർക്കില്ല. അതാണ് ഫെഡറൽ സ്ട്രക്ചർ. മറ്റൊന്ന്, ഭരണഘടനയുടെ പാർട്ട് 2, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പൗരത്വത്തെ കുറിച്ച് പറയുന്ന എല്ലാ വകുപ്പുകൾക്കും അനുച്ഛേദങ്ങൾക്കും ഇത് എതിരാണ്. പാർട്ട് 3-ലെ മൗലികാവകാശങ്ങൾക്ക് ഇത് എതിരാണ്. പാർട്ട് 4-ലെ നിർദ്ദേശക തത്വങ്ങൾക്കെതിരാണ്. എല്ലാ അർത്ഥത്തിലും ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമനിർമ്മാണമാണ്. അത് നിലനിൽക്കുകയില്ല. സത്യത്തിൽ സുപ്രീം കോടതി അവരുടെ മുമ്പിൽ എത്തിയപ്പോഴേ ഈ തള്ളിക്കളയേണ്ടതായിരുന്നു. കാരണം സുപ്രീം കോടതി ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. ഭരണഘടനയിൽ നിന്ന് ഭരണകൂടം വ്യതിചലിച്ചാൽ പോലും നിലപാടെടുത്ത് തിരുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനുണ്ട്. ഭരണഘടനയ്ക്ക് കവലിരിക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ജുഡീഷ്യറി പോലും ഇപ്പോൾ കാലിടറുകയാണ്. ആ ജുഡീഷ്യറിയിൽ നിന്ന് പോലും ഇന്ത്യക്ക് നീതി ലഭിക്കുന്നില്ല. ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ നമുക്ക് അത് മനസ്സിലായി. 450 വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ഒരാരാധനാ കേന്ദ്രം ബാബരി മസ്ജിദ്, അത് ഈ രാജ്യത്തെ വർഗീയവാദികൾ ഇടിച്ചു പൊളിച്ചു, അവർ തകർത്ത് തരിപ്പണമാക്കി. ആ കേസ് ഈ രാജ്യം നിലവിലിരിക്കുമ്പോൾ 2 സമുദായങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതി വിധി വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ്? പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞ അതേ കോടതി അവസാനം അത് പൊളിച്ച വർഗീയ പ്രാന്തന്മാരുടെ കയ്യിലേക്ക് ആ പള്ളി നിന്ന ഭൂമി വിട്ടുകൊടുക്കുകയാണ്. അമ്പലം പണിയാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റിന്റെയോ അതുമല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ജുഡീഷ്യറിയുടെയോ കോടതിയുടെയോ ഉത്തരവാദിത്തമാണോ ഒരു മതസ്ഥാപനം പണിയാൻ ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത്? ആ മതസ്ഥാപനം ഉണ്ടാക്കാൻ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്? ഇപ്പോൾ ആ ട്രസ്റ്റിൽ ബാബരി മസ്ജിദ് തകർത്ത കേസിലെ പ്രതികൾ ഇപ്പോൾ ഈ രാജ്യത്ത് രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനകത്ത് അംഗങ്ങളാകുമ്പോൾ എന്ത് നീതിയാണ് ലഭിക്കുന്നത്? അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല. നീതിരഹിതമായ ഇന്ത്യയുടെ മതേതര മനസ്സാക്ഷി ആഗ്രഹിച്ച വിധിയല്ല സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. ഇന്ത്യയുടെ മതേതര ബോധത്തെ കെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത ഒരു വിധി പ്രസ്താവനയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വന്നത്. അങ്ങനെയുള്ള ഒരു കോടതി ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് റദ്ദു ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചു, അത് നീട്ടിവെക്കും എന്ന് നമ്മൾ വിചാരിച്ചു. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ പ്രക്ഷോഭിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്ത്രീകൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാധാരണക്കാർ ആയിരക്കണക്കിന് ഷഹീൻ ബാഗുകൾ ഈ രാജ്യത്ത് രൂപപ്പെടുമ്പോൾ പലപ്പോഴും കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്: വിധി പറയുമ്പോൾ ബഹുജന വികാരം, പൊതുവികാരം ഞങ്ങൾ മാനിക്കുന്നു എന്ന്. വിശ്വാസത്തെ മാനിക്കുക, പൊതുവികാരത്തെ മാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ 2 മാസക്കാലത്ത് അധികമായി ഇന്ത്യയുടെ തെരുവുകളിൽ ഇറങ്ങുന്നതുകൊണ്ട് നടത്തുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്ഷോഭമല്ലേ ഇത്? ഈ വികാരം കണക്കിലെടുക്കാൻ കോടതിക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ട് കോടതി ആ നിലയ്ക്ക് ഈ നിയമത്തെ യഥാർത്ഥത്തിൽ അന്ന് റദ്ദു ചെയ്യേണ്ടതായിരുന്നു? ഇനി വിശാല ബെഞ്ചിന് നമ്മൾ കാത്തിരിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: CAA-യുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധി ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നു. നീതിപീഠം ജനങ്ങൾക്ക് വേണ്ടി ഇടപെടും. ചിലപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഷാഹിൻബാഗിനെ ഒഴിപ്പിക്കണം. ഷാഹിൻബാഗിലെ സമരം, സ്ത്രീകൾ നടത്തുന്ന സമരം, രാപകലില്ലാത്ത സമരം, അത് മാർഗതടസ്സം ഉണ്ടാക്കുന്നു എന്ന് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ മാർഗതടസ്സം ഉണ്ടാക്കിയത് പോലീസാണ് എന്ന കാര്യം നമുക്കറിയാം. എങ്കിലും അത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ സുപ്രീം കോടതി 2 അഭിഭാഷകരെ വിട്ട് ഷാഹിൻബാഗിൽ സമരം ചെയ്യുന്ന സമര നേതാക്കളോട് ചർച്ച നടത്താൻ വിട്ടു. അവർ അവരെന്താ പറഞ്ഞത്? മാർഗതടസ്സം ഉണ്ടാക്കുന്നു, യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് പരിഹരിക്കാൻ പരമോന്നത നീതിപീഠം നിങ്ങളെ 2 സുപ്രീം കോടതി വക്കീലന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ഞങ്ങളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ ജനിച്ചു വളർന്ന തലമുറകളായി രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്യപ്പെടുമ്പോൾ ആ
പൗരത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലേ? ഞങ്ങളുടെ ഇല്ലാതാക്കപ്പെടുന്ന, ഇന്ത്യക്കാരല്ലാതായി മാറുന്ന, ഇന്ത്യയിൽ നിന്ന് പുറത്താകുന്ന, ഇന്ത്യക്കകത്ത് ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ചല്ലേ കോടതി ഉത്കണ്ഠപ്പെടേണ്ടത്? അല്പമാത്രം മാർഗദർശനം ഉണ്ടാക്കുമ്പോൾ അതാണ് വലിയ കാര്യം നിങ്ങൾ പറയുന്നു. സത്യത്തിൽ ഷഹീൻബാഗിലെ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ആ വക്കീലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾക്കൊപ്പമാണ്, ഷഹീൻബാഗിലെ ഈ പോരാളികൾക്കൊപ്പമാണ്, മനസ്സുകൊണ്ട് ഞങ്ങൾ, ഹൃദയം കൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നീട് സമരം ചെയ്യുക എന്നത് അവകാശമാണ് പൗരന്മാരുടെന്നൊക്കെ ഇടക്കാലം ഇപ്പോൾ കോടതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു കോടതി അവസാനം പറയും ഈ സംഘപരിവാറിനെതിരെ ഈ നിയമം രാജ്യദ്രോഹമാണ്, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇല്ലാതാക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന ഒരു വിധി വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ ഞാൻ പറയുന്നു, സുപ്രീം കോടതി പോലെ ഒരു വിധി വരുമ്പോൾ ആ വിധി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ റെസ്പെക്ട് ചെയ്യണം. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് ഈ മതേതര അധിഷ്ഠിതമായ ബേസിക് സ്ട്രക്ചറിന് നിരക്കാത്ത ഒരു വിധി പ്രസ്താവിക്കാൻ കഴിയില്ല സുപ്രീം കോടതിക്ക്. രണ്ട്, അതിന്റെ മൗലികാവകാശങ്ങൾക്ക് നിരക്കാത്ത ഒരു വിധി അത് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഭരണഘടന ആണ് സുപ്രീം കോടതി അംഗീകരിക്കുന്നതെങ്കിൽ അന്തിമ വിധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും, അന്തിമ വിധി നമുക്ക് അനുകൂലമായിരിക്കും. അതല്ല ആ വിധി സംഘപരിവാറിന് വേണ്ടിയുള്ള വിധിയാണെങ്കിൽ, അമിത്ഷായ്ക്ക് വേണ്ടിയുള്ള വിധിയാണെങ്കിൽ, നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള വിധിയാണെങ്കിൽ, ഭരണഘടനയ്ക്കെതിരായ അത്തരം ഒരു വിധിയെ അംഗീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഈ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം പൊരുതി വാങ്ങിയ ഒരു സ്വാതന്ത്ര്യമാണ്. ഒരുപാട് പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. ഇവിടെ വിശദീകരിച്ചു അത്തരം സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ. ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം അത് സംശയിക്കണം, പൗരത്വം കൊടുക്കരുത് എന്ന് പറയുന്നവരുണ്ടല്ലോ. പൗരത്വത്തിന് തെളിവ് കൊടുക്കണമെന്ന് പറയുന്നവർ, പൗരത്വത്തിന് ഒരു തെളിവും ആരുടെ മുമ്പിൽ കൊടുക്കേണ്ടതില്ല. ഇവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പൗരന്മാരാണ്. പക്ഷേ ആ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നവർക്ക് ഇന്ത്യയുടെ ദേശീയതയിൽ യാതൊരു പങ്കുമില്ല. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന, അതിന്റെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, നീതി തുടങ്ങിയ സങ്കല്പങ്ങളെ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ ദേശസ്നേഹികൾ. ഇന്ത്യയിലെ സംഘപരിവാർ ഒരു കാലത്തും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്നവരാണ്. അന്ന് ഗോൾവാൾക്കർ പറഞ്ഞു, ഇത് അത്ര നല്ല ഭരണഘടനയൊന്നുമല്ല, ഇവിടെ വേണ്ടത് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതിയെ പോലുള്ള കാര്യങ്ങളോ വേദങ്ങൾക്കകത്ത് പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല എന്ന് അന്നേ അവർ പറഞ്ഞു. അതാ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും പറയുന്നു. ഗുജറാത്തിലെ സ്പീക്കർ ഈ അടുത്ത ദിവസം പറഞ്ഞൊരു കാര്യമാണ്. എന്താ പറഞ്ഞത്? അയാൾ 2-3 മാസം മുമ്പ് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന എഴുതിയത് അംബേദ്കർ ഒന്നുമല്ല, അതൊരു ബ്രാഹ്മണൻ എഴുതിയതാണ്, പച്ചക്കള്ളം. ബി.എൻ. റാവു എഴുതിയത്. ബി.എൻ. റാവു എന്താ എഴുതിയത് അറിയില്ല. ഭരണഘടനാ അസംബ്ലിയുടെ ചരിത്രത്തിൽ ബി.എൻ. റാവു പരാമർശിക്കുന്നത് ഒരു പിയൂണിന്റെയോ ക്ലർക്കിന്റെയോ ജോലി ചെയ്ത് സഹായിയായിട്ട് നിന്നിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലി അംഗമായിരുന്നില്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അത് പോകട്ടെ. അപ്പോൾ ഭരണഘടനാ ശില്പി അംഗീകരിച്ചിട്ടില്ല, ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കാർത്തിക് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നറിയാം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഊർജം വേസ്റ്റാക്കരുത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഊർജം പാഴാക്കരുത്. നമുക്ക് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണം. അതായിരുന്നു ഈ രാജ്യത്ത് RSSകാർ പറഞ്ഞത്, അവരുടെ ചെറുപ്പക്കാരോട് പറഞ്ഞത്. വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് മൂഞ്ചെ എന്ന അവരുടെ നേതാവ് മടങ്ങി വന്നത് ഇറ്റലിയിലൂടെയാ. ഇറ്റലി ചെന്ന് മുസോളിനിയെ കണ്ടു. തിരിച്ച് ഇന്ത്യ വന്ന അയാളുടെ ഡയറി കുറിപ്പുകൾക്കകത്ത് എഴുതുക, മുസോളിനിയെ പോലെ ഹിറ്റ്ലറെ പോലെയുള്ള ഒരു ഏകാധിപതി, ഹിന്ദുമത വിശ്വാസിയായ, ഹിന്ദുത്വത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ഏകാധിപതിയാണ് ഇന്ത്യക്ക് ആവശ്യം. അങ്ങനെ ഒരു ഏകാധിപതിയെ കിട്ടുന്നിടത്തോളം നമ്മൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 100 വർഷക്കാലം പണിയെടുത്തപ്പോൾ അവർക്ക് ഒരേകാധിപതിക്ക് പകരം 2 പേരെ കിട്ടി, ഇരട്ടകളെ. ഒന്ന് നമുക്കറിയാം മോഡിയെ, പിന്നെ ഇപ്പോ ചങ്കായ അമിത്ഷായെ. 2 ഏകാധിപതികളെ കിട്ടി. അവരെ വെച്ചുകൊണ്ട്
ഈ കോട്ട്, വില കൂടിയ കോട്ടുമൊക്കെ മോഡിക്ക് മേടിച്ചു കൊടുത്ത് വലിയ വിദ്യാഭ്യാസവും യോഗ്യതയും സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലെങ്കിലും ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ ഉള്ള അവസരം കൊടുത്തതിന് മോഡി തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രത്യുപകാരമുണ്ട്. അതെന്താ? ആദ്യം 5 കൊല്ലം, ഈ 5 കൊല്ലം കൊണ്ട് മോഡിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങളായ ജനാധിപത്യ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തകർത്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഏതാണ്ട് ഒരു പരുവമാക്കി, അതിന്റെ കഴുത്ത് ജരിച്ചു, കരുതൽ ധനം എടുത്തു, അതിനെ ഏതാണ്ട് തൊലച്ചു. പ്ലാനിംഗ് കമ്മീഷൻ പൂട്ടിക്കെട്ടി, UGC ഇല്ലാതാക്കി, വിദ്യാഭ്യാസം തൊലച്ചു. ഈ രാജ്യത്തെ മതേതര അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് എല്ലാം നിയമങ്ങൾ ഭീകര നിയമങ്ങളാക്കി മാറ്റി. അങ്ങനെ സമ്പദ്ഘടനയുടെ നട്ടെല്ലൊടിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഈ അടിസ്ഥാനങ്ങളെല്ലാം 5 കൊല്ലം കൊണ്ട് മോഡി വളരെ കൃത്യമായി തകർത്തു. എന്തിനാ? ഇത് ഫാഷിസത്തിലേക്കുള്ള ഈ പറയുന്ന സംഘപരിവാറിന്റെ സമഗ്രാധിപത്യത്തിന് വഴിയൊരുക്കാനാണ് 5 കൊല്ലം ഉപയോഗിച്ചത്. അപ്പോഴേ തുടങ്ങി. പശുവിന്റെ പേരിൽ മുഹമ്മദ് അഖിലാഖ് മുതൽ ജുനൈദ് വരെ 40 പേരെ ഈ രാജ്യത്ത് തല്ലിക്കൊന്നു. ആൾക്കൂട്ട കൊലകൾ, ദളിതുകളെ അടിച്ചമർത്താൻ വളരെ ഭീകരമായ അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തു ഈ രാജ്യത്ത്. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോ 2ാം ഊഴം വന്നപ്പോൾ പ്രത്യക്ഷമായ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനമാണ്. അത് ഈ 100 കൊല്ലം RSS രൂപം കൊണ്ട് 100 കൊല്ലം അങ്ങോട്ട് തികയുമ്പോൾ, അവർക്ക് 2025 വരുമ്പോൾ അപ്പോൾ ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ചേ അടങ്ങുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള അവസാനത്തെ നീക്കങ്ങളാണ് അത്. ആ ജോലിയാണ് മോഡിക്ക് ചെയ്തു കൊടുത്തിട്ട് മോഡിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതാണിപ്പോൾ നടക്കുന്നത് ഈ രാജ്യത്ത്. അതുകൊണ്ട് സംഘപരിവാർ ഈ രാജ്യത്ത് അവർക്ക് ജനാധിപത്യം ഇല്ലാതാക്കണം, മതേതരത്വം ഇല്ലാതാക്കണം, ഭരണഘടന പോലും ഇനി മാറ്റിവെക്കണം. മാറ്റിവെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്.